റെയ്ഡിനെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ തല്ലിയവരെ രക്ഷിക്കാനും അതുപോലെ ശിക്ഷിക്കാനും വേണ്ടി വലിയ യുദ്ധമാണിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഭരണമുണ്ടായിരുന്നപ്പോൾ CPM-ഉം കേന്ദ്രം ഭരിക്കുന്ന BJP-യും വലിയ രഹസ്യ കച്ചവടമാണ് ഇവിടെ നടത്തിയത്. പിണറായി വിജയൻ തട്ടിപ്പ് നടത്തിയാൽ അത് BJP-യും ശ്രദ്ധിക്കാറില്ല. BJP കുഴൽപ്പണം പോലെയുള്ള തട്ടിപ്പുകൾ നടത്തിയാൽ CPM സർക്കാരും അതിൽ കേസെടുക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതങ്ങനെ പറ്റില്ല. പിണറായി വിജയൻ എടുക്കാച്ചരക്കായി എന്ന് മനസ്സിലാക്കിയ അന്ന് മുതൽ ED അവരുടെ നീക്കം ശക്തമാക്കുകയായിരുന്നു. ഇപ്പോഴിതാ പിണറായി വിജയനെ പൂർണ്ണമായും പൂട്ടാൻ തയ്യാറായി തന്നെ ED മുന്നോട്ട് വരികയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിലെ പരിശോധന കഴിഞ്ഞ് മടങ്ങിയ ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ ഇപ്പോൾ അകത്ത് കിടക്കുന്ന പ്രതികൾ മാത്രമല്ല, പ്രധാനപ്പെട്ട നേതാക്കൾക്കും അതിൽ പങ്കുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നു. അവർ അത് കോടതിയെയും അറിയിച്ചിരിക്കുകയാണ്. CPM-ന്റെ വലിയ നേതാക്കൾ ഇതിൽ ഉൾപ്പെടുന്നില്ലെന്നും സാധാരണ നേതാക്കളെ വരെ പിടിച്ചുകൊടുക്കുകയും ചെയ്ത CPM-ന് വലിയ പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് പ്രധാനപ്പെട്ട നേതാക്കളെ വിട്ടുകിട്ടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ EDയുടെ നീക്കം തുടങ്ങിയിരിക്കുന്നത്. ഉന്നത CPM നേതാക്കൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലായിരുന്നു ആ ആക്രമണം നടന്നത് എന്നും ED കോടതിയിൽ നൽകിയ തടസ്സ ഹർജിയിൽ വ്യക്തമാക്കുകയാണ്. കൂടാതെ ജോൺ ബ്രിട്ടാസ്, A റഹീം, അതുപോലെ പ്രശാന്ത് മുൻ MLA എന്നിവർ ഈ പ്രതിപട്ടികയിലേക്ക് വരും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അതിനുവേണ്ടി ED ശക്തമായ പണിയെടുക്കുകയാണ്. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ ഗൂഢാലോചന നടന്നതിന് തെളിവ് കണ്ടെത്താനായില്ല എന്നായിരുന്നു നേരത്തെ പോലീസ് നൽകിയ റിപ്പോർട്ട്. പ്രതികളുടെ ഫോൺ കോളുകളിൽ അസ്വാഭാവികത ഇല്ല എന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. കൂടുതൽ ഫോണുകൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയക്കണമെന്നും പോലീസിന് ആഗ്രഹമുണ്ട്. കേസിൽ 20-ലേറെ പേർ ഇനിയും പിടിയിലാകാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതിലൊരാൾ വിദേശത്തേക്ക് കടന്നതായും സംശയിക്കുന്നുണ്ട്. അങ്ങനെ കേസിലെ 9ാം പ്രതി ഹരീഷ് കുമാറിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ ഹർജിയും നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാകുമ്പോൾ CPM-ന് ഇപ്പോൾ പ്രതികളെ രക്ഷിക്കാൻ മാത്രമല്ല, വലിയ വലിയ നേതാക്കൾ പ്രതിസ്ഥാനത്തേക്ക് വരുന്നതിനെയെങ്കിലും എങ്ങനെയെങ്കിലും തടയിടാനുള്ള ശ്രമം നടത്തിവരികയാണ്. പക്ഷേ കേരളം ഭരിക്കുന്നത് UDF സർക്കാർ ആയതുകൊണ്ട് അതത്ര എളുപ്പമല്ല. അതുപോലെ തന്നെ അടിവാങ്ങിയ EDയും അതിശക്തമായി തന്നെ നിയമ വ്യവസ്ഥയുമായി മുന്നോട്ട് പോവുകയാണ്. മ്യൂസിയം SHOയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ഇതെല്ലാം വ്യക്തമാകുകയാണ്. കഴിഞ്ഞ ദിവസം EDയും ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞു. പ്രോസിക്യൂട്ടറുടെ ഇടപെടലിൽ 9ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചത് വലിയ കോലാഹലങ്ങൾക്കാണ് വഴിവെച്ചത്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മ്യൂസിയം SHOയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി കൂടിക്കാഴ്ച നടത്തിയത്. എന്ത് സാഹചര്യത്തിലാണ് ജില്ലാ സെഷൻസ് കോടതി ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നതിൽ മ്യൂസിയം SHO വളരെ കൃത്യമായ വിശദീകരണം DGPക്ക് നൽകിയിട്ടുമുണ്ട്. 13 കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് പ്രതിക്ക് ജാമ്യം നൽകരുത് എന്ന് പോലീസ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പോലീസിൻ്റെ ഈ റിപ്പോർട്ടിന്മേലുള്ള വാദത്തെക്കുറിച്ച് പ്രോസിക്യൂട്ടർ പോലീസിനെ അറിയിച്ചിട്ടില്ല. ജാമ്യം അനുവദിച്ചാലും പ്രശ്നമില്ല എന്ന നിലപാടാണ് പ്രോസിക്യൂട്ടർ സ്വീകരിച്ചത്. ആ പ്രോസിക്യൂട്ടറെ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു UDF സർക്കാർ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ജില്ലാ കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചത് എന്നാണ് SHO തന്നെ DGPയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അങ്ങനെ CPM കഴിയുന്ന വഴികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ പ്രതികൾ മാത്രമല്ല, ഇനിയും പ്രമുഖ നേതാക്കൾ പ്രതികളായി ഉണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ് ED ചെയ്യുന്നത്. അങ്ങനെ പ്രധാന നേതാക്കളെ BJP ഏത് തരത്തിൽ ഇനി പൂട്ടാൻ പോകുന്നു എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. അങ്ങനെ EDക്കെതിരെ പിണറായി വിജയൻ്റെ വീട്ടിൽ വെച്ച് വലിയ അക്രമം നടന്നപ്പോൾ അവിടെ പിണറായി വിജയനോടൊപ്പം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട CPM നേതാക്കൾ ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ എല്ലാ ദൃശ്യങ്ങളിലും കണ്ടതാണ്. അവരെല്ലാം ഇനി പ്രതിസ്ഥാനത്തേക്ക് വരുമോ, അവരെയെല്ലാം പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ ED വിജയിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്.